കഥയാരംഭിക്കുന്നത് നാടായികയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. തന്റെ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ നാടായികയെ അവിടുത്തെ സ്കൂളുകളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു ഗ്യാങ്സ്റ്റർ ലീഡറായിരുന്നു. മറ്റ് സ്കൂളിലെ പയ്യന്മാരുമായി ഫൈറ്റിടുകയും ഒറ്റയ്ക്ക് നിന്നവരെ എതിരിട്ട് പരാജയപ്പെടുത്തുകയുമൊക്കെ അന്ന് നാടായിക ചെയ്തിരുന്നു. പിന്നീട് 7 കൊല്ലത്തിനു ശേഷം തന്റെ ഗ്യാങ്സ്റ്റർ ജീവിതമൊക്കെ പിന്നിൽ നാടായിക ഉപേക്ഷിച്ചിരുന്നു. ഒരു കോളേജിൽ ചേർന്ന് അവനൊരു ഡിഗ്രി എടുത്തു. നിലവിൽ നാടായിക നല്ലൊരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നാടായിക തനിക്ക് താമസിക്കാൻ പറ്റിയ ഒരിടം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനാണ് വാടക കുറഞ്ഞ ഒരു കെട്ടിടത്തിലേക്ക് അവൻ എത്തിച്ചേരുന്നത്. പക്ഷെ അതിന്റെ ഓണർ കൃത്യമായ കാര്യം സത്യസന്ധമായി പറഞ്ഞു. മുമ്പ് ആ മുറിയിൽ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് ഇത്രയും വാടക കുറവ്. ഒന്നാമത് പെർമനന്റ് ആയിട്ടൊരു ജോലിയില്ല. നിലവിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മുറിയാണത് എന്നുറപ്പുവരുത്തിയ നാടായിക മനസ്സില്ലാ മനസ്സോടെ അതേ മുറിയിൽ താമസിക്കാൻ തീരുമാനിക്കുന്നു. കഥ അവിടെ നിന്നും ഒരു സ്കൂളിലെ കുട്ടികളിലേക്ക് തിരിയുകയാണ്. തങ്ങളുടെ PE ടീച്ചറെ ആ കുട്ടികൾ വലിയ തോതിൽ ഉപദ്രവിക്കുകയായിരുന്നു. ബോധം കെടുന്നവരെ അവർ ടീച്ചറെ തല്ലി. കാങ്കോ ഹൈ എന്ന് വിളിപ്പേരുള്ള സ്കൂളിലെ കുട്ടികളായിരുന്നു അത്. കുട്ടികളുടെ പ്രശ്നം കൊണ്ട് കുപ്രസിദ്ധി ആർജിച്ച ഒരു സ്കൂളായിരുന്നു അത്. മിസ്റ്റർ പാർക്ക് എന്ന ജിം ടീച്ചർ അന്ന് കുട്ടികളുടെ തല്ലുകൊണ്ട് ആകെ നാണം കെട്ടു. പോരാത്തതിന് തുടർന്ന് കാങ്കോ ഹൈയിൽ ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന് പ്രിൻസിപ്പളെ മിസ്റ്റർ പാർക്ക് അറിയിക്കുകയും ചെയ്തു. പ്രിൻസിപ്പൽ അന്ന് ടീച്ചർമാരുടെ യോഗം വിളിച്ചു. മിസ്റ്റർ പാർക്കിന്റെ ഇൻസിഡന്റ് കൂടി ആയതോടെ ഇനി സ്കൂളിൽ പ്രശ്നമുണ്ടാക്കുന്ന, ടീച്ചർമാർക്കെതിരെ ആക്രമണം നടത്തുന്ന ഏത് കുട്ടിയാണെങ്കിലും ഒരു ദാക്ഷിണ്യവുമില്ലാതെ ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കണം എന്ന് ഉത്തരവ് പറഞ്ഞു. മിസ്റ്റർ പാർക്കിന് പകരക്കാരനായി സ്കൂളിലേക്ക് മറ്റൊരു ടീച്ചറെ നോക്കാനും അവിടെ ഉള്ളവരോട് പ്രിൻസിപ്പൽ നിർദ്ദേശം കൊടുത്തു. പക്ഷേ കാങ്കോ ഹൈയിലാണ് എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർമാരും പഠിപ്പിക്കാൻ വരില്ലായിരുന്നു. കാരണം അത്രയ്ക്കും മോശം അഭിപ്രായമായിരുന്നു ആ സ്കൂളിനെ പറ്റി ഉണ്ടായിരുന്നത്. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മിസ്റ്റർ ഇം എന്ന വ്യക്തി ഒരാളുണ്ട് എന്ന് പറഞ്ഞ് ഡായിഗിയെ കോൾ ചെയ്യുകയാണ്. ഡായിഗി കോളേജ് പാസ് ഔട്ടായി ജോലി അന്വേഷിക്കുകയാണ് എന്ന് മിസ്റ്റർ ഇമ്മിനറിയാമായിരുന്നു. കാങ്കോ ഹൈയിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചർ ആവാമോ എന്ന ചോദ്യത്തിന് ജോലി അന്വേഷിക്കുകയായിരുന്ന ഡായിഗയ്ക്ക് 100 സമ്മതമായിരുന്നു. അടുത്ത ദിവസം തന്നെ തന്റെ ഹോവർ ബോർഡിൽ യാത്ര ചെയ്ത് ഡായിഗി സ്കൂളിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ ഒരു സംഘം കുട്ടികൾ പുകവലിച്ചിരിക്കുന്നതൊക്കെ ഡായിഗിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആയ കുട്ടികൾ പുകവലിക്കുന്നത് നിയമവിരുദ്ധമാണല്ലോ. മാത്രമല്ല അത് ശരിയുമല്ല. ഡായിഗി അവരെ എതിരിടാൻ നിന്നു. കാര്യങ്ങൾ പറഞ്ഞ് അവരെ വാൺ ചെയ്തതും മോശം കുട്ടികളായി അവർ ഡായിഗിക്കെതിരെ തിരിഞ്ഞ് ഡായിഗിയെ തല്ലാൻ കയ്യോങ്ങുകയാണ്. പക്ഷേ ഡായിഗിയുടെ ഹിസ്റ്ററി എന്തെന്ന് അവർക്കറിയില്ലല്ലോ. നിമിഷ നേരം കൊണ്ട് ഡായിഗി ആ കുട്ടികളെയൊക്കെ നല്ലൊരു പാഠം പഠിപ്പിച്ചു. പിന്നാലെ ഡായിഗി സ്കൂളിലേക്കെത്തി പ്രിൻസിപ്പലിനെ കണ്ടു. ടീച്ചേഴ്സും ഡായിഗിയെ മീറ്റ് ചെയ്യാൻ എത്തിയിരുന്നു. സ്റ്റാഫ് റൂമിലേക്ക് എത്തിയപ്പോ ടീച്ചർമാർ ഡായിഗിക്ക് സ്കൂളിന്റെ യഥാർത്ഥ അവസ്ഥ പറഞ്ഞുകൊടുത്തു. കുട്ടികൾ വളരെയധികം മോശമാണെന്നും ടീച്ചർമാരെ തല്ലാൻ പോലും മടിക്കാത്ത കുട്ടികളാ എന്നൊക്കെയായിരുന്നു ടീച്ചർമാർ വിശദീകരിച്ചത്. മിസ് യൂറി എന്നു പേരുള്ള ഫീമെയിൽ ടീച്ചറായിരുന്നു ഡായിഗിയുടെ ക്ലാസ്സിലേക്ക് അന്ന് നയിച്ചത്. ഡായിഗി അങ്ങനെ ക്ലാസ് റൂമിലേക്ക് എത്തി. പക്ഷേ സ്കൂളിലെ തന്നെ ഏറ്റവും മോശം ക്ലാസ്സായ ആ ക്ലാസ്സിലെ കുട്ടികൾ ടീച്ചർ വരുന്നത് പോലും മൈൻഡാക്കാതെ തങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു. താൻ അവഗണിക്കപ്പെടുകയാണ് എന്ന് ഡായിഗിക്ക് മനസ്സിലായി. പുസ്തകം ശക്തിയായി മേശമേലടിച്ച് കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഡായിഗി ഒരു ശ്രമം നടത്തി. നേരത്തെ പുകവലിച്ചതിന്റെ പേരിൽ ഡായിഗി പിടികൂടി ചെറിയ തോതിൽ ശകാരിക്കുകയും തല്ലുകയും ചെയ്ത കുട്ടികൾ അതേ ക്ലാസ്സിലാണുള്ളത് എന്നും ഡായിഗി മനസ്സിലാക്കി. ഡായിഗിയെ കണ്ടതും ആ കുട്ടികൾ വളരെ ശാന്തശീലരായി ഭയന്നിരിക്കുന്നുണ്ടായിരുന്നു. തന്റെ പേര് ബ്ലാക്ക് ബോർഡിൽ എഴുതി ഡായിഗി സ്വയം പരിചയപ്പെടുത്തി. ഡായിഗിയുടെ പേര് അല്പം തമാശ രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഡായിഗിയെ കളിയാക്കി ചിരിക്കാൻ ആരംഭിച്ചു. പക്ഷേ ഡായിഗിക്ക് അതൊന്നും വിഷയമേ ആയിരുന്നില്ല. അന്ന് ഇന്റർവെല്ലിൽ ക്ലാസ്സിലെ കുറച്ച് പെൺകുട്ടികൾ സംസാരിക്കുകയായിരുന്നു. കൂട്ടത്തിൽ ജെഹ്യൂൻ എന്ന പെൺകുട്ടി കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് പണമുണ്ടാക്കുന്നത് എങ്ങനെയാ എന്ന് കൂട്ടുകാരികളോട് ചോദിച്ചു. ജെഹ്യൂനാകട്ടെ മെറ്റീരിയലിസ്റ്റിക് സാധനങ്ങളോട് വളരെ താല്പര്യമുള്ള, പണം നേടാൻ എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഡായിഗി നേരത്തെ പുകവലിച്ചതിന്റെ പേരിൽ തല്ലിയ ക്ലാസ്സിലെ മോശം കുട്ടികളായ കാങ്ങും ബിയൂനും ജെഹ്യൂൻ പറയുന്നത് കേട്ടിരുന്നു. അവരിരുവരും അവളുടെ മുമ്പിലേക്കെത്തി. പെട്ടെന്ന് പണമുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വഴിയുണ്ട് എന്ന് അവളോട് പറഞ്ഞു. അതിനു പറ്റിയൊരു ജോലിയും അവർ അവൾക്ക് വാഗ്ദാനം ചെയ്തു. ജെഹ്യൂനും ഒന്നും ചിന്തിക്കാതെ നല്ല തുക കിട്ടുമെന്നറിഞ്ഞതും അതിനൊക്കെ പറയുകയാണ്.
അവളുടെ സുഹൃത്തുക്കൾ ഈ ബാഡ് ബോയ്സിന്റെ ഉപദേശം കേൾക്കരുത്, അപകടത്തിൽ പോയി ചാടും എന്നൊക്കെ വാൺ ചെയ്തെങ്കിലും ജിഹ്യൂനത് പ്രശ്നമേ ആയിരുന്നില്ല. അന്ന് രാത്രിയിൽ ഡായിഗി വീട്ടിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഹോവർബോർഡിന് മുമ്പിലേക്ക് ഒരു പെൺകുട്ടി ചാടി വീണു, തട്ടി താഴെ വീണു. അത് ജിഹ്യൂനായിരുന്നു. ഡായിഗി ജിഹ്യൂനെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചതും അവൾ ഉപദ്രവിക്കപ്പെടുന്ന പോലെ അഭിനയിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് കാങ്ങും ബിയൂനും ഇറങ്ങി വന്നത്. ജിഹ്യൂനെ വെച്ച് അഭിനയിപ്പിച്ച് ഡായിഗിക്ക് ഒരു പണി കൊടുക്കാനായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത്. സ്കൂൾ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ പിന്നെ ചോദ്യം പറച്ചിലും ഒന്നും ഉണ്ടാവില്ലല്ലോ. അവർ ഡായിഗിയോട് ക്രൂരമായി സംസാരിച്ച് ഫോണും പിടിച്ച് അങ്ങനെ നിൽക്കുമ്പോ സൈക്കിളിൽ അങ്ങോട്ടേക്ക് ഒരു പയ്യൻ വന്നു. അവൻ അവരുടെ കയ്യിൽ നിന്ന് ആ ഫോൺ പിടിച്ചു വാങ്ങി അവർ റെക്കോർഡ് ചെയ്ത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നാംകൂൻ എന്നായിരുന്നു ആ പയ്യന്റെ പേര്. ആ മോശം കുട്ടികൾ നാംകൂനെ ഭയപ്പെടുന്ന പോലെയും റെസ്പെക്ട് ചെയ്യുന്ന പോലെയും കാണപ്പെടുന്നുണ്ടായിരുന്നു. നാംകൂനിനി അവരുടെ ലീഡർ ആയിരിക്കുമോ എന്ന തരത്തിൽ ഡായിഗി സംശയിച്ചു. അത് അവനോട് തന്നെ ഡായിഗി ചോദിക്കുകയും ചെയ്തെങ്കിലും അല്ലെന്ന് പറഞ്ഞവൻ അവിടെ നിന്ന് പോയി. അടുത്ത ദിവസം നാംകൂൻ സ്കൂളിലേക്ക് എത്തുകയായിരുന്നു. കൂട്ടത്തിൽ അവന്റെ ഗേൾഫ്രണ്ടായ യേറിനുമുണ്ട്. യേറിൻ അന്ന് ഏറെ സന്തോഷവതിയായി കാണപ്പെട്ടിരുന്നു. കാരണം ക്ലാസ്സിൽ അനൗൺസ് ചെയ്യാൻ അവൾക്കെന്നൊരു സന്തോഷ വാർത്തയുണ്ട്. അവരങ്ങനെ നടന്നു പോകുന്നതും നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ കാങ്ങും ബിയൂനും അവരുടെ ബോസായ ഡേഹ്യൂനും നിൽക്കുന്നുണ്ടായിരുന്നു. നാംഹൂനും യേറിനും ഒന്നിച്ചങ്ങനെ സന്തോഷത്തോടെ നടക്കുന്നതിൽ അവർക്ക് വലിയ കലിപ്പ് തന്നെയുണ്ട്. ഇതേ സമയം നാംഹൂൻ ആരാണ് എന്താണെന്നറിയുവാൻ ഡായിഗിക്ക് കൗതുകം തോന്നിയിരുന്നു. അന്ന് സ്കൂളിലേക്കെത്തിയ ഡായിഗി സ്റ്റാഫ് റൂമിൽ വെച്ച് ടീച്ചർമാരോട് കാര്യമന്വേഷിച്ചു. ഒരു ടീച്ചറിൽ നിന്ന് അവൻ സത്യം മനസ്സിലാക്കുകയാണ്. നാംഹൂൻ മിഡിൽ സ്കൂളിലും മറ്റും വലിയൊരു ഗ്യാങ് ലീഡർ ആയിരുന്നു. ഏവരും ഭയന്നിരുന്ന ഗ്യാങ്സ്റ്റർ ബന്ധങ്ങളുള്ള ഒരു പയ്യൻ. പക്ഷേ ഹൈസ്കൂളിലേക്ക് എത്തിയതും അവൻ വല്ലാതെ മാറി. യേറിനുമായുള്ള പ്രണയം അവനെ മാറ്റിമറിച്ചു എന്ന് വേണം പറയാൻ. ഹൈസ്കൂളിൽ എത്തിയതിനു ശേഷം അവൻ ഒരു ഫൈറ്റിലും പങ്കെടുത്തിട്ടില്ല. നല്ല പയ്യനായി നന്നായി പഠിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് യേറിൻ ക്ലാസ്സിലേക്ക് എത്തിയിരുന്നു. സന്തോഷത്തോടെ താൻ രാവിലെ തൊട്ട് കൊണ്ടു നടക്കുന്ന ആ വാർത്ത അവൾ ഏവരോടുമായി പങ്കുവെച്ചു. സിംഗറും പെർഫോമറുമായ അവൾക്ക് ഒരു റെക്കോർഡ് കമ്പനിയുമായി കോൺട്രാക്റ്റിൽ എത്താൻ സാധിച്ചിട്ടുണ്ട്. വൈകാതെ അവൾ ഒരു ഐഡലായി മാറും. ആ വാർത്ത ക്ലാസ്സിലെ ഏവരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് ഡാഹ്യൂനെയും സംഘത്തെയും. അവർ വേണമെന്ന് വെച്ച് തന്നെ അതിൽ ഓവർ റിയാക്ട് ചെയ്തു. ശേഷം മനഃപൂർവ്വം യേറിനെ അപമാനിക്കാനും മറ്റും അവർ ആരംഭിച്ചു. ഇതൊക്കെ കണ്ടുകൊണ്ട് നാംഹൂൻ അവിടെ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ തന്റെ ദേഷ്യം കടിച്ചു പിടിച്ചു നിൽക്കുവാൻ നാംഹൂൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ ആ കൂട്ടത്തിൽ ഒരുത്തൻ മനഃപൂർവ്വം യേറിനെ ആക്രമിച്ച് താഴെയിട്ടതും ദേഷ്യം സഹിക്കാൻ പറ്റാതെ വന്ന നാംഹൂൻ ഡാഹ്യൂനെയും സംഘത്തെയും തല്ലുകയാണ്. ഫൈറ്റിന്റെ വിവരമറിഞ്ഞ ഡായിഗി ക്ലാസ്സിലേക്ക് പാഞ്ഞെത്തുകയും നാംഹൂനെ തടഞ്ഞ് പിന്മാറ്റുകയും ചെയ്തു. എങ്ങനെയും പ്രശ്നമില്ലാതെ അതൊന്നും ഒഴിവാക്കി വിടാൻ ഡായിഗി ശ്രമിച്ചിരുന്നു. നിർഭാഗ്യവശാൽ അത് പ്രിൻസിപ്പളിന്റെ ചെവിയിലെത്തി. ഇനിയുണ്ടാകുന്ന ഏത് ഫൈറ്റാണെങ്കിലും ആ ഫൈറ്റോടെ ഫൈറ്റുണ്ടാക്കുന്ന പയ്യനെ സ്കൂളിൽ നിന്ന് പുറത്താക്കും എന്ന് പ്രിൻസിപ്പൾ പറഞ്ഞിരുന്നതാണല്ലോ. അതുകൊണ്ട് നാംഹൂനെ പുറത്താക്കാൻ പ്രിൻസിപ്പൾ പറഞ്ഞു. ഡായിഗി നാംഹൂന് വേണ്ടി വാദിച്ചു. മനഃപൂർവ്വം നാംഹൂൻ ഫൈറ്റ് ചെയ്തതല്ലെന്നും ഡേഹ്യൂനും സംഘവും അവനെ പ്രകോപിപ്പിച്ച് ഒരു വഴിയുമില്ലാതെ അവൻ ഫൈറ്റ് ചെയ്തു പോയതാണെന്നും ഡായിഗി പ്രിൻസിപ്പളിനോട് പറഞ്ഞു. പക്ഷേ പ്രിൻസിപ്പൾ അതൊന്നും ചെവികൊള്ളാൻ തയ്യാറായിരുന്നില്ല. അതോടെ ഡായിഗി നാംഹൂന് ഒരു അവസരം കൂടി കൊടുക്കുവാൻ പ്രിൻസിപ്പളിനോട് അപേക്ഷിക്കുകയാണ്. നാംഹൂന് വേണ്ടി ടീച്ചേഴ്സൊക്കെ നിൽക്കുമ്പോ പ്രിൻസിപ്പളിന് മുമ്പിൽ ഡായിഗി മുട്ടുകുത്തി അപേക്ഷിക്കുക വരെ ചെയ്തു. ഡായിഗിയുടെ ആ പ്രവൃത്തി പ്രിൻസിപ്പളിനെ അതിശയിപ്പിക്കുകയും സ്റ്റുഡൻസിന് വേണ്ടി അത്രമേൽ എഫോർട്ടിടുന്ന ഡായിഗിയെ അഭിനന്ദിച്ച് ഡായിഗി പറഞ്ഞ പോലെ നാംഹൂന് പ്രിൻസിപ്പൾ ഒരു അവസരം കൂടി കൊടുക്കുകയുമാണ്. സെൽഫ്ലെസ് ആയ ഡായിഗിയുടെ ആ പ്രവൃത്തിയിൽ ടീച്ചർമാർക്കും അതിശയം തോന്നിയിരുന്നു. പല ടീച്ചർമാരും കുട്ടികൾക്ക് വേണ്ടി അവൻ കാണിച്ച ആത്മാർത്ഥതയെ പ്രശംസിക്കാനും അവനോട് കൂടുതൽ താല്പര്യം കാട്ടാനും തുടങ്ങി. കൂട്ടത്തിൽ മിസ്യൂറി എന്ന അധ്യാപികയ്ക്ക് ഡായിഗിയോട് വലിയ താല്പര്യം തന്നെ തോന്നിയിരുന്നു. പക്ഷേ അതാകട്ടെ കൂട്ടത്തിലെ ഒരു അധ്യാപകന് അത്ര പിടിക്കുന്നുമുണ്ടായിരുന്നില്ല. അന്ന് വൈകുന്നേരം ഡായിഗിയും മിസ്യൂറിയും ഒന്നിച്ചായിരുന്നു സ്കൂളിൽ നിന്ന് മടങ്ങിയത്. പോകുന്ന വഴിയിൽ ടൗണിലെ കടയ്ക്ക് മുമ്പിൽ എത്തിയപ്പോൾ ജിഹ്യൂൻ പാർട്ട് ടൈം ജോലി നോക്കുന്ന കടയിലെ മുതലാളി വലിയ തോതിൽ ശകാരിക്കുന്നതും മറ്റും ഡായിഗി കണ്ടു. ഡായിഗി അതിൽ ഇടപെടുകയും ബോസിന്റെ ഭാഗത്താണെന്ന് തെറ്റെന്ന് കണ്ടതും ജിഹ്യൂന്റെ ബോസിനെ നല്ല രീതിയിൽ മർദ്ദിക്കുകയും ചെയ്തു. അതുകൂടിയായപ്പോ മിസ്യൂറിക്ക് ഡായിഗിയോട് കൂടുതൽ താല്പര്യം തോന്നിയിരുന്നു. ഇതേസമയം മറുവശത്ത് ഡാഹ്യൂനും സംഘവും അവിടുത്തെ ലോക്കൽ ഗ്യാങ്സ്റ്റർ ബോസിനെ ചെന്ന് കാണുകയായിരുന്നു. അവിടെ അതേസമയം ചോയ് എന്നു പേരുള്ള ഒരു പയ്യനും അവന്റെ കൂട്ടാളികളും കൂടി ഉണ്ടായിരുന്നു. അവരും കാങ്ഹോ സ്കൂളിലെ മറ്റൊരു സംഘമാണ്. ആ ഗ്യാങ്സ്റ്റർ ബോസിന് 2 സംഘങ്ങൾ ഒരു സ്കൂളിൽ ലീഡ് ചെയ്യുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. 2 ഗ്യാങ്ങുകളും തമ്മിൽ ഫൈറ്റ് സംഘടിപ്പിക്കാനും അതിൽ വിജയിക്കുന്നവർക്ക് കാങ്കോ ഹൈസ്കൂൾ അടക്കി ഭരിക്കാമെന്നും ആ ഗ്യാങ്സ്റ്റർ പറയുകയാണ്. ചോയ് പിന്നാലെ നാംഹൂനെ ചെന്നു കണ്ടു.
കണ്ടു ഡാഹ്യൂനും സംഘത്തിനുമെതിരെ തങ്ങളുടെ ടീമിൽ ചേർന്ന് ഫൈറ്റ് ചെയ്യാൻ ചോയ് നാംഹുവിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ താൻ ഫൈറ്റൊക്കെ ഉപേക്ഷിച്ചതാണെന്നും താൻ ഒന്നിലേക്കുമില്ല എന്നുമായിരുന്നു നാംഹുവിന്റെ മറുപടി. മറുവശത്ത് ഡായിഗിക്ക് ഒരു കൂട്ടുകാരന്റെ കോൾ വന്നു. കുറെ ഗുണ്ടകൾ സ്ഥിരമായി തന്റെ ബിസിനസ്സിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നുണ്ടെന്നും അതൊക്കെയൊന്ന് സോർട്ട് ഔട്ട് ചെയ്യുവാൻ ഫൈറ്റ് ചെയ്യാൻ സഹായത്തിനെത്താമോ എന്നും ചോദിച്ചായിരുന്നു വധ. പക്ഷേ ഇപ്പോൾ ഒരു ടീച്ചറായി ജോലി നോക്കുന്നതുകൊണ്ട് ഫൈറ്റിലേക്കൊന്നുമില്ലെന്ന് ഡായിഗി ഉറപ്പിച്ചിരുന്നു. അക്കാര്യം പറഞ്ഞ് അവൻ ഫ്രണ്ടിന്റെ ആവശ്യത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി. ഇതേസമയം ഡായിഗിയോട് വിദ്വേഷം തോന്നിയിരുന്ന സ്കൂളിലെ ലീ എന്ന അധ്യാപകൻ ഡായിഗിയുടെ ഹിസ്റ്ററിയൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയിരുന്നു. ടീച്ചർമാരുടെയൊക്കെ പ്രിയ അധ്യാപകനായി ഡായിഗി മാറുന്നതും മിസ് യൂറി ഡായിഗിയോട് താല്പര്യം കാണിക്കുന്നതുമൊന്നും മിസ്റ്റർ ലീക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ലീക്ക് പണ്ടേ തൊട്ടേ യൂറിക്ക് മേലൊരു കണ്ണുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം അധ്യാപകരോട് ഡായിഗിയുടെ ഹിസ്റ്ററിയെപ്പറ്റിയും ഡായിഗി മുമ്പൊരു ഗ്യാങ്സ്റ്റർ ആയിരുന്നെന്നുമൊക്കെ മിസ്റ്റർ ലീ പറഞ്ഞു പിടിപ്പിച്ചു. അതുകൊണ്ടാണ് ഒരു മുൻ ഗ്യാങ്സ്റ്ററായ നാംഹുവിനെ ഡായിഗി സഹായിച്ചത് എന്നും അയാൾ പറഞ്ഞു പിടിപ്പിച്ചിരുന്നു. അതോടെ മിസ് യൂറി അടക്കമുള്ള അധ്യാപകരൊക്കെ ഡായിഗിയോടുള്ള സംസാരത്തിലും മറ്റും ഒരു തണുപ്പമട്ടിലേക്ക് പോവുകയാണ്. അവരിൽ നിന്ന് ഒരു അകലം സ്വീകരിക്കാനും അവർ ആരംഭിച്ചു. മിസ്റ്റർ ലീക്ക് ഡായിഗിയോടുള്ള അസൂയയാണ് അയാളുടെ ഈ പ്രവൃത്തിക്ക് പിന്നിലെന്ന് വൈകാതെ വ്യക്തമാകുന്നുമുണ്ട്. പക്ഷേ മറുവശത്ത് കുട്ടികളുടെ ഗ്യാങ് വാർ വരാൻ പോവുകയാണല്ലോ. അതിനുവേണ്ടി ചോയ് നാംഹുവിനെ തന്റെ സൈഡിൽ കൂട്ടാനുള്ള ശ്രമം തുടരുകയായിരുന്നു. ഇത്തവണ ചോയ് അതിനൊരു മോശപ്പെട്ട കളി കളിച്ചു. ഏറിൻ പണ്ട് പുകവലിക്കുന്ന ഒരു ഫോട്ടോ അവന്റെ പക്കൽ ഉണ്ടായിരുന്നു. റെക്കോർഡ് കമ്പനിയുമായി ഏറിൻ ഇപ്പോൾ കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുകയാണല്ലോ. ആ ഫോട്ടോ താൻ പ്രചരിപ്പിക്കുമെന്നും ഏറിന്റെ ഭാവി തന്നെ ഇല്ലാതാക്കുമെന്നും നാംഹുവിനെ അവൻ ഭീഷണിപ്പെടുത്തി. തന്റെ ടീമിലേക്ക് നാംഹുൻ ചേർന്നാലേ താനത് ചെയ്യാതിരിക്കൂ എന്നായിരുന്നു ചോയ് പറഞ്ഞത്. താൻ കാരണം തന്റെ പ്രിയ കാമുകിയുടെ അവസരം നഷ്ടപ്പെടരുത് എന്ന് ചിന്തിച്ച നാംഹുൻ ചോയുടെ ടീമിൽ ചേരാൻ സമ്മതിക്കുകയാണ്. അന്ന് രാത്രിയിൽ ഡായിഗി തന്റെ അച്ഛനെ ചെന്ന് കണ്ടു. ഡായിഗിയുടെ അച്ഛൻ അത്യാവശ്യം സമ്പന്നനായ നല്ലൊരു വ്യക്തിയായിരുന്നു. അച്ഛനു വേണ്ടിയാണ് ഡായിഗി തിരുത്തു ജീവിക്കാൻ ആരംഭിച്ചതും. പക്ഷേ ഡായിഗി വീണ്ടും ഒരു ഫൈറ്റിൽ ഏർപ്പെട്ടു എന്ന വിവരം അച്ഛന്റെ ചെവിയിൽ ആരോ എത്തിച്ചേരുന്നു. അതിന്റെ ദേഷ്യം ഡായിഗിക്ക് മേൽ അച്ഛൻ തീർത്തു. ഡായിഗി പക്ഷേ സ്റ്റുഡൻസിന് വേണ്ടിയാണ് താൻ ഫൈറ്റിൽ ഏർപ്പെട്ടത് എന്ന കാര്യമൊക്കെ അച്ഛനോട് വിശദീകരിച്ച് തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാൻ ശ്രമിച്ചു. അധികം വൈകാതെ ആ ദിവസം എത്തിച്ചേർന്നു. ഗ്യാങ്ങുകൾ തമ്മിലുള്ള ഫൈറ്റിന്റെ ദിവസം. ചോയുടെ ഗ്യാങ്ങും ഡേഹ്യുവിന്റെ ഗ്യാങ്ങും ഫൈറ്റിനായി സ്കൂളിന് പുറത്തുള്ള ഒരിടത്തേക്ക് എത്തി. ഒരു ഓവർപാസിന്റെ അടിഭാഗമായിരുന്നു ഫൈറ്റിനായി അവർ ചൂസ് ചെയ്തത്. നാംഹുൻ ചോയുടെ ഗ്യാങ്ങിൽ ചേർന്നത് കണ്ട് ഡാഹ്യുവിന്റെ സംഘം അല്പം അതിശയിക്കുന്നുണ്ട്. ഒരു ഫൈറ്റിലേക്കുമില്ലെന്നും താൻ പഠിക്കാനാണ് നോക്കുന്നത് എന്നും അവൻ എപ്പോഴും പറഞ്ഞിരുന്നല്ലോ. അതേ അവനെ അത്തരത്തിൽ കാണുന്നതിൽ ഡേഹ്യുവിനും സംഘത്തിനും ആശങ്കയുണ്ടായിരുന്നു. മറുവശത്ത് കുട്ടികളുടെ ഗ്യാങ് വാറിന്റെ കാര്യം ടീച്ചേഴ്സും മനസ്സിലാക്കിയിരുന്നു. ഫൈറ്റ് ലൊക്കേഷൻ മനസ്സിലാക്കാൻ ശ്രമിച്ച അവർ ഒടുവിൽ അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. രണ്ട് ഗ്യാങ്ങുകളും തമ്മിൽ ഫൈറ്റ് ആരംഭിച്ചു. ഒരു ഘട്ടത്തിൽ അതിനിടയിലേക്ക് ഡായിഗി എത്തിച്ചേരുകയാണ്. കുട്ടികളോട് ഫൈറ്റ് നിർത്താനായി ഡായിഗി ഉച്ചത്തിൽ ഒച്ചയുണ്ടാക്കി. പക്ഷെ ഒരു ടീച്ചർ എന്ന രീതിയിൽ ഡായിഗി മോശം കുട്ടികൾക്കൊരു പ്രശ്നമായിരുന്നല്ലോ. അതുകൊണ്ട് ഏവരും ഒന്നടങ്കം ഡായിഗിക്കെതിരെ തിരിഞ്ഞു. ഡായിഗിക്കെതിരെ അവർ ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചതും ഗത്യന്തരമില്ലാതെ മോശം കുട്ടികളോട് ഫൈറ്റ് ചെയ്യാൻ ഡായിഗി നിർബന്ധിതനാവുകയാണ്. ആദ്യഘട്ടത്തിൽ കുട്ടികളെ എതിർത്ത് നിൽക്കാൻ ഡായിഗിക്ക് സാധിച്ചിരുന്നു. പക്ഷെ ഒരുപാട് കുട്ടികളുണ്ടല്ലോ. അതുകൊണ്ട് കുറച്ചു കഴിഞ്ഞതും ഡായിഗി വയ്യാതായി. അത് കണ്ടതും മാറി നിൽക്കുകയായിരുന്ന നാംഹുൻ ഡായിഗിയുടെ പക്ഷത്തേക്ക് വരികയാണ്. ഡായിഗിക്ക് കുട്ടികളെ പരിക്കേൽപ്പിക്കണമെന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ പ്രതിരോധിക്കുക മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. മോശം കുട്ടികൾ ഒന്നുചേർന്ന് നാംഹുനെയും ഡായിഗിയെയും മർദ്ദിക്കാൻ തയ്യാറെടുത്തു നിന്നു. പിന്നെ അവിടെ നടന്നത് അവരുടെ ഒരു ഫൈറ്റായിരുന്നു. നാംഹുനും ഡായിഗിയും ചേർന്ന് മോശം കുട്ടികളെ ഒരു പാഠം പഠിപ്പിച്ചു. പക്ഷേ അവരെ പലയിടത്തിലേക്ക് പറഞ്ഞുവിടാതെ ഒന്നിപ്പിച്ച് നിർത്തുവാനും ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ അവിടെ ഇരുത്തി പറഞ്ഞു ബോധ്യപ്പെടുത്താനും ഡായിഗിക്ക് കഴിഞ്ഞു. മറ്റ് ടീച്ചർമാർ എത്തുമ്പോൾ കണ്ടത് ഡായിഗി കുട്ടികളെ എല്ലാവരെയും ഒന്നു ചേർത്ത് കുട്ടികൾക്കിടയിൽ പ്രശ്നങ്ങളില്ലാതാക്കുന്നതും സ്കൂളിലെ തന്നെ ഫൈറ്റുകൾ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുന്നതുമായിരുന്നു. കാര്യം ഡായിഗിക്ക് അത്തരത്തിൽ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യാൻ സാധിച്ചെങ്കിലും ഡായിഗി കാരണമാണ് സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. കുട്ടികളുടെ ഗ്യാങ് വാർ നടന്നത്. കുട്ടികൾക്കെതിരെ ഡായിഗി ഫൈറ്റ് ചെയ്തു എന്നുള്ള ആരോപണങ്ങൾ മിസ്റ്റർ ലീ അടക്കമുള്ള അധ്യാപകർ ഉന്നയിച്ചതുകൊണ്ട് ഡായിഗി സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. താനൊക്കെ ഏറ്റെടുത്ത് പുറത്തു പോയില്ലെങ്കിൽ കുട്ടികൾ പുറത്തുപോകും എന്ന് ഡായിഗിക്ക് അറിയാമായിരുന്നു. ഡായിഗിയും അതുകൊണ്ട് തന്നെ തിരിച്ചൊന്നും പറയാതെ കുറ്റങ്ങളൊക്കെ സ്വയം
ഏറ്റെടുത്തു. ഡായികി അങ്ങനെ സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്തു പോകുമ്പോൾ നാംഹൂനും പ്രശ്നക്കാരായിട്ടുള്ള എല്ലാ മോശം കുട്ടികളും തങ്ങളുടെ ടീച്ചറായി ഡായികിയെ അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു. വേദനയോടെ ഡായികിയെ യാത്രയയക്കാൻ അവർ പുറത്തേക്ക് വന്നു. ഡായികി ആ സ്കൂളിൽ നിന്ന് പോന്നു. വീണ്ടും ഡായികി തന്റെ അച്ഛന്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. ജോലിയിൽ നിന്ന് പുറത്തായതിന്റെ പേരിൽ അച്ഛൻ ആദ്യം ശകാരിച്ചെങ്കിലും കുട്ടികളെ നന്നാക്കി എടുത്തതിലും കുട്ടികൾക്ക് വേണ്ടി ത്യാഗം ചെയ്തതിലും തന്റെ മകനെ ആ അച്ഛൻ അഭിനന്ദിച്ചു. എപ്പോഴും മോശമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന മകനെ അന്നു മുതൽ ആ അച്ഛൻ ചേർത്ത് നിർത്താൻ ആരംഭിക്കുകയായിരുന്നു. ഡായികിയെ മനസ്സിലാക്കി ഡായികിക്ക് വേണ്ടി ഒരു സ്കൂൾ തുറക്കുവാൻ അച്ഛൻ തീരുമാനിച്ചു. അച്ഛനും ഡായികിയും ചേർന്ന് സ്കൂളിന്റെ കൺസ്ട്രക്ഷൻ സൈറ്റുകൾ നോക്കുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.